എനിക്ക് പിറകിലായി കാണുന്ന ആ ഡങ്കി ബോട്ട് കാണാം. അതാണ് നേരത്തെ അരുൺ ശങ്കർ സൂചിപ്പിച്ച പോയിന്റ് നമ്പർ 2. അതിന് തൊട്ടു മുൻപിലുള്ള പ്രദേശമാണ് പോയിന്റ് നമ്പർ 1. അതിന് ആ ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ ഇപ്പോൾ അർജുന്റെ വാഹനത്തിന്റെ നിന്ന് തീർച്ചയായും വലിയ തോതിൽ സംശയിക്കപ്പെടുന്ന വാഹനത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ചത്. മാത്രമല്ല അതിലെ പെയിന്റ് ആവട്ടെ, അത് നിർമ്മിച്ച മെറ്റലടക്കം വലിയ തോതിൽ തന്നെ ഭാരത് ബെൻസിൻ്റെതാവാം എന്നുള്ള വലിയൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനിപ്പോഴും ഒരു വ്യക്തമായ ഒരു സ്ഥിരീകരണം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും അങ്ങനെ ആവും എന്നുള്ളൊരു പ്രജീഷ് അല്ല, മാൽപ്പെ തീരത്തോട് ചേർന്ന് പ്രദേശത്തായിരുന്നു കാര്യമായുള്ള രീതിയിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയത്. മാൽപ്പെ മാത്രമല്ല, മാൽപ്പെ സംഘവും NDRF ചേർന്നുകൊണ്ടായിരുന്നു ഒരു സംയുക്ത ഓപ്പറേഷൻ ആയിരുന്നു നടത്തിയിരുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. അവർ തീരത്തിനോടനുബന്ധിച്ച് ഇന്നലെ ഇത്തരത്തിൽ ടാങ്കർ ലോറിയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയ ഡോറിന്റെ ഭാഗങ്ങളൊക്കെ കിട്ടിയ പ്രദേശവും അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഇന്ധനത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശത്തുമായിരുന്നു തിരച്ചിൽ നടത്തിയത്. പക്ഷേ ആ പോയിന്റ് 2, പോയിന്റ് 1 മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം ജസ്റ്റ് ഒന്ന് റോന്ത് ചുറ്റി വന്നെങ്കിലും പിന്നീട് നേവിയുടെ മുങ്ങൽ വിദഗ്ധരുടെ സംഘം കാര്യമായി ഈ പോയിന്റ് 1ലും പോയിന്റ് 2ലും കേന്ദ്രീകരിച്ചു. നമുക്ക് എന്തായാലും കാര്യങ്ങൾ ഒരു പിക്ചർ കിട്ടുന്നുണ്ട്. കാരണം മാൽപ്പെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അവിടെ സ്പോട്ട് ചെയ്ത നാവികസേന തന്നെയായിരുന്നു ഈ പോയിന്റ് 1, പോയിന്റ് 2. ആ പോയിന്റ് 1നും 2വിനും ഇടയിലുള്ള ആ പ്രദേശത്താണ് ഇപ്പോൾ നാവികസേനയ്ക്ക് കാര്യങ്ങൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനും അവർക്ക് ഈ ലോഹഭാഗങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞിരിക്കുന്നത് അവരുടെ തിരച്ചിലൂടെ എന്നുള്ളതാണ്. ഇനി എന്തായാലും സംയുക്തപരമായിട്ടുള്ള പല ഭാഗങ്ങളായി തിരഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ശുഭസൂചകമായ കാര്യങ്ങൾ ഇനിയും ലഭിച്ചേക്കാം.